എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ പാർട്ട് 3 ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് സംബന്ധമായ നിരവധി ക്ലാസുകൾ നമ്മുടെ ഈ ഉസ്താദ് യൂട്യൂബ് ചാനലിൽ നേരത്തെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമറിലെ ഓരോ ഭാഗങ്ങളും നന്നായി വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസുകളാണ് ആ ക്ലാസുകൾ. അവ കണ്ടതിന് ശേഷം ഈ ചോദ്യങ്ങൾ കാണുകയാണെങ്കിൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Questions 121 to 125. Read the passage given and answer the questions that follow. 121 മുതൽ 125 വരെയുള്ള ചോദ്യങ്ങൾ അവക്ക് ഉത്തരം എഴുതേണ്ടത് താഴെ നൽകിയിരിക്കുന്ന ഈ പാസേജ് വായിച്ചിട്ടാണ്. നമുക്ക് ഈ പാസേജ് വായിച്ചു നോക്കാം. എവർ സിൻസ് ഐ ക്യാൻ റിമെമ്പർ, എനിക്ക് ഓർക്കാൻ പറ്റുന്ന കാലം മുതലേ, ഐ ഓൾവേസ് ഫെൽറ്റ് ഐ വാസ് സ്റ്റുപ്പിഡ്, എനിക്ക് എപ്പോഴും തോന്നിയത് ഞാനൊരു സ്റ്റുപ്പിഡാണ് എന്നാണ്. റിയലി സ്റ്റുപ്പിഡ്, തീർത്തും ഒരു സ്റ്റുപ്പിഡായ ആൾ. ഐ ലോസ്റ്റ് മൈ ഫാദർ വെൻ ഐ വാസ് 3, എനിക്ക് 3 വയസ്സായപ്പോൾ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. സിൻസ് ഐ വാസ് എ സിക്ക് ചൈൽഡ്, ഞാനൊരു രോഗിയായ കുട്ടിയായതിനാൽ, എ പോളിയോ വിക്ടിം, ഒരു പോളിയോ ബാധിച്ച ഒരു കുട്ടിയായതിനാൽ, ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് മദർ ഇൻ മുംബൈ, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ കൂടെ മുംബൈയിലാണ് താമസിച്ചത്. സോ ഐ കുഡ് അവെയിൽ ഓഫ് ദ മെട്രോസ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്, അങ്ങനെ മുംബൈയിൽ താമസിച്ചത് കൊണ്ട് ആ മെട്രോ സിറ്റിയിലെ അത്യാധുനികമായ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ എനിക്ക് ലഭ്യമായിരുന്നു. I remember being on the streets all day playing or lazing around. ഞാൻ ഓർക്കുന്നു അന്ന് മുംബൈയിലെ സ്ട്രീറ്റുകളിലൊക്കെ ഇങ്ങനെ കളിച്ച് നടന്നതും അതുപോലെ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞതും ഒക്കെ ഞാൻ ഓർക്കുന്നു. When I turned 10, എനിക്ക് 10 വയസ്സായപ്പോൾ, my mother and my sister came to live in Mumbai too. എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും മുംബൈയിൽ താമസിക്കാൻ വേണ്ടി വന്നു. മൈ സിസ്റ്റർ വാസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്, എൻ്റെ സഹോദരി ഒരു മികച്ച വിദ്യാർത്ഥിയായിരുന്നു. ഓൾവേസ് സെക്യൂർ എ ഹൈ ഗ്രേഡ്സ്, എപ്പോഴും അവൾക്ക് വലിയ ഗ്രേഡുകളൊക്കെ കിട്ടിയിരുന്നു. ഷീ ആൻഡ് മൈ മദർ എൻകറേജ്ഡ് മീ ടു സ്റ്റഡി, അവളും എൻ്റെ അമ്മയും എന്നെ പഠിക്കാൻ ഏറെ പ്രോത്സാഹിപ്പിച്ചു. ബട്ട് ഐ ജസ്റ്റ് കുഡ് നോട്ട് ബ്രിങ് മൈസെൽഫ് ടു കോൺസെൻട്രേറ്റ് ഓൺ എനി സബ്ജക്ട്, പക്ഷെ എനിക്ക് ഒരു വിഷയത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഐ വുഡ് ഗെറ്റ് ബോർഡ്, എനിക്ക് ബോറടിച്ചു. ആൻഡ് ഫീൽ സ്ലീപ്പി, എനിക്ക് ഉറക്കം വന്നു. വെൻ ഫോഴ്സ്ഡ് ടു ഓപ്പൺ മൈ ബുക്സ്, എൻ്റെ പുസ്തകങ്ങൾ തുറക്കാൻ എന്നെ നിർബന്ധിച്ചപ്പോൾ, അങ്ങനെ ഞാൻ നിർബന്ധിതനായി പുസ്തകങ്ങൾ തുറന്നപ്പോഴൊക്കെ എനിക്ക് ബോറടിച്ചു, എനിക്ക് ഉറക്കം വന്നു. ആഫ്റ്റർ ഇന്യൂമറബിൾ ലെക്ചേഴ്സ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ് ഹാഡ് ഫെയിൽഡ്, പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നിരവധി പ്രസംഗങ്ങളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം, മദർ ട്രൈഡ് ത്രെഡ്സ് ആസ് വെൽ, അമ്മ ഭീഷണിപ്പെടുത്താനും കൂടി ശ്രമിച്ചു നോക്കി. ബട്ട് നത്തിങ് വർക്ക്ഡ്, പക്ഷെ ഒന്നും നടന്നില്ല. ഐ ട്രൂലി ബിലീവ്ഡ് ഐ വാസ് സ്റ്റുപ്പിഡ്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു സ്റ്റുപ്പിഡാണ് എന്ന്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാനൊരു സ്റ്റുപ്പിഡാണ് എന്ന്. നോ മാറ്റർ ഹൗ മച്ച് ഐ വർക്ക്ഡ് ഇറ്റ് വുഡിൻ ഹെൽപ്പ്, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും അതൊന്നും ഒരു ഫലവും ഒരു സഹായവും ചെയ്തില്ല. ഇതാണ് പാസേജ്. ഈ പാസേജിൽ നിന്ന് ആണ് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. ചോദ്യം 121. ഹു ഓഫൺ ഗേവ് ഇന്യൂമറബിൾ ലെക്ചേഴ്സ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ്, പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി പ്രസംഗങ്ങൾ നടത്തിയത് ആരാണ്? എ സിസ്റ്റർ, ബി മദർ, സി ഫാദർ, ഡി ഗ്രാൻഡ് മദർ. ഉത്തരം ബി ആണ്, മദർ. അമ്മയാണ് പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറെ ക്ലാസുകൾ, കുറെ പ്രസംഗങ്ങൾ നടത്തിയത്. ബി ആണ് ഉത്തരം. 122. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് ഇൻ ദി സെന്റൻസ്. താഴെയുള്ള സെന്റൻസിൽ അടിവരയിട്ട പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന പദം ഏതാണ്? മൈ സിസ്റ്റർ വാസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്, എൻ്റെ സിസ്റ്റർ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ബ്രൈറ്റ് എന്നതിൻ്റെ അതേ അർത്ഥത്തിലുള്ള
മറ്റൊരു പദമാണ് നമ്മൾ താഴെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. എ ഡൾ, ബി ക്ലവർ, സി ലേസി, ഡി ഡാർക്ക്. ഉത്തരം ബി ആണ്, ക്ലവർ. ബ്രൈറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലവർ അഥവാ ബുദ്ധിയുള്ള എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരി. 123. ദ റൈറ്റർ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ്. എഴുത്തുകാരിക്ക് എപ്പോഴും തോന്നിയിരുന്നത് എന്താണ്? എ ഷി വാസ് ബ്രൈറ്റ്, അവൾ മിടുക്കിയാണ് എന്നാണ്. ബി ഷി വാസ് ടു സ്ലീപ്പി, അവൾ നന്നായി ഉറക്കം തൂങ്ങുന്നവളാണ് എന്നാണ്. സി ഷി വാസ് പ്ലേഫുൾ, അവൾ നന്നായി കളിക്കുന്ന കുട്ടിയാണ്. ഡി ഷി വാസ് സ്റ്റുപ്പിഡ്, അവൾ ഒരു സ്റ്റുപ്പിഡ് ആണ് എന്നാണ്. ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഡി ആണ് ഉത്തരം, ഷി വാസ് സ്റ്റുപ്പിഡ്. ദ റൈറ്റർ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഷി വാസ് സ്റ്റുപ്പിഡ്. ഡി ആണ് ഉത്തരം. 124. വാട്ട് ഡിഡ് ദ റൈറ്റേഴ്സ് സിസ്റ്റർ എൻകറേജ് ഹർ ടു ഡു? ഈ എഴുത്തുകാരിയുടെ സഹോദരി എന്ത് ചെയ്യാനാണ് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്? എ ടു ബി ഓൺ ദി സ്ട്രീറ്റ് ഓൾ ഡേ, ദിവസം മുഴുവൻ സ്ട്രീറ്റിൽ തെരുവിൽ നിൽക്കാൻ. ടു പ്ലേ അറൗണ്ട്, കളിച്ചു നടക്കാൻ. സി ടു സ്റ്റഡി, പഠിക്കാൻ. ഡി ടു ലേസ് അറൗണ്ട് ഓഫൺ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് സി എന്ന ഓപ്ഷനാണ്. ടു സ്റ്റഡി, പഠിക്കാനാണ്. സി ആണ് ഉത്തരം. 125. ദ വേർഡ് അവെയിൽ മീൻസ്. അവെയിൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പാസേജിലുള്ള ഒരു പദമാണ് അവെയിൽ. അതിന്റെ അർത്ഥം എന്താണ്? എ ടു മേക്ക് യൂസ്, ബി ടു മേക്ക് ഓവർ, സി ടു മേക്ക് അപ്പ് വിത്ത്, ഡി ടു മേക്ക് ഫ്രം. ഉത്തരം എ ആണ്, ടു മേക്ക് യൂസ്. ടു മേക്ക് യൂസ് എന്നാൽ പ്രയോജനപ്പെടുത്തുക എന്നാണ് അർത്ഥം. അപ്പൊ എ ആണ് ഉത്തരം, പ്രയോജനപ്പെടുത്തുക. ക്വസ്റ്റ്യൻസ് 126 to 150. 126 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾ. ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ ബൈ ചൂസിംഗ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടത് അതിന് താഴെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്തിട്ടാണ്. 126. നോബഡി ലിവ്സ് ഇൻ ദിസ് ഹൗസ്. ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. ഡാഷ് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് കണ്ടാൽ മനസ്സിലാക്കാം ഇത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനുള്ള ചോദ്യമാണ്. ഓപ്ഷനുകൾ വായിച്ചു നോക്കാം. എ ഡു ദേ, ബി ആർ ദേ, സി ആറിൻഡ് ദേ, ഡി ഈസ് ഇറ്റ്. ഉത്തരവും വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കാം. ഈ സെന്റൻസ് നമ്മൾ നോക്കിയാൽ നോബഡി ലിവ്സ് ഇൻ ദിസ് ഹൗസ് എന്ന് പരിശോധിച്ചാൽ ആ സെന്റൻസ് പരിശോധിച്ചാൽ അതിൽ പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബുകൾ ഒന്നും തന്നെ ഇല്ല. ഈസ് എന്നോ ആർ എന്നോ ആം എന്നോ അങ്ങനെ ഒന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ ബിയും സിയും ഡിയും തെറ്റാണ്. കാരണം ആർ ദേ എന്ന് പറയണമെങ്കിൽ ആർ എന്ന ഓക്സിലറി വെർബ് ഈ സെന്റൻസിൽ ഉണ്ടായിരിക്കണം. ഇതിലില്ലല്ലോ. ആറിന്റെ ദേ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ആം എന്നോ ആർ എന്നോ ഉള്ള ഓക്സിലറി വെർബ് സെന്റൻസിൽ ഉണ്ടാവണം. അത് രണ്ടുമില്ല. ഈസ് ഇറ്റ് എന്നതും അങ്ങനെ തന്നെയാണ്. ഈസ് എന്ന ഓക്സിലറി വെർബും ഈ സെന്റൻസിൽ ഇല്ല. അപ്പൊ ബിയും സിയും ഡിയും തെറ്റാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഡു ദേ എന്നതാണ് ഉത്തരം എന്ന് നമുക്ക് ഉറപ്പായി. അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതായിരിക്കും ഉത്തരം. പക്ഷെ അവിടെയും ഒരു സംശയം ഉണ്ടാവാം. ഇവിടെ ലിവ്സ് എന്നാണല്ലോ ഉള്ളത്, സെന്റൻസിൽ ലിവ്സ് എന്നാണുള്ളത്. ലിവ്സ് എന്ന് പറഞ്ഞാൽ ഡസ് ലിവ് എന്നല്ലേ? ഡസ് ലിവ് എന്നാണ് ലിവ്സ് എന്നതിന്റെ മറ്റൊരു രൂപം. അപ്പോ പിന്നെ എങ്ങനെ ഉത്തരത്തിൽ ഡു ദേ എന്ന് വന്നു? ഡസ് ദേ എന്നല്ലായിരുന്നോ വരേണ്ടിയിരുന്നത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചേക്കാം. ഇവിടെ ദേ എന്ന് വന്നതിന് കാരണം നോബഡി എന്ന് സെന്റൻസിൽ ഉണ്ടായത് കൊണ്ടാണ്. നോബഡി എന്നാണ് സെന്റൻസിൽ വരുന്നതെങ്കിൽ ദേ ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത്. ആ ദേക്ക് അനുസരിച്ച് കൊണ്ട് ഡസിനെ ഡു ആക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഡു ദേ എന്ന് പറഞ്ഞത്. ഡസ് ദേ എന്നതിന് പകരം ഡു ദേ എന്ന് പറയാൻ കാരണം നോബഡിക്ക് അനുസൃതമായി ദേ വന്നത് കൊണ്ടാണ്. ആ ദേക്ക് അനുസൃതമായി
ഡസിനെ ഡു എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 127. ദ ഫാമിലി ഹാഡ് ഡാഷ് മണി ടു ലീഡ് എ കംഫർട്ടബിൾ ലൈഫ്. ഒരു സുഖകരമായ ജീവിതം നയിക്കാൻ വേണ്ടത്ര പണമൊക്കെ ആ കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടത്ര പണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിന് ഏത് പദമാണ് പ്രയോഗിക്കേണ്ടത്? എ ഇനഫ്, ബി മച്ച്, സി ലെസ്, ഡി മോർ. എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനഫ്. ദ ഫാമിലി ഹാഡ് ഇനഫ് മണി ടു ലീഡ് എ കംഫർട്ടബിൾ ലൈഫ്. ചോദ്യം 128. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഗോയിങ് ടു ജപ്പാൻ. എന്റെ കൂട്ടുകാരിൽ ഒരാൾ ജപ്പാനിലേക്ക് പോകുന്നു. അപ്പോൾ ഏത് ആണ് ഉപയോഗിക്കേണ്ടത്? എ ആർ, ബി ഈസ്, സി വിൽ, ഡി വേർ. ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ട്സ് എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെടൂ. പക്ഷേ ഫ്രണ്ട്സ് അല്ല ഇവിടെ പോകുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരിൽ ഒരാളാണ്. അപ്പൊ ഒരാളായതുകൊണ്ട് ആർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്ലൂറൽ ആണെങ്കിലാണ് ആർ പറയേണ്ടത്. ഇവിടെ ഒരാളായതുകൊണ്ട് ഈസ് എന്നാണ് പറയേണ്ടത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു ജപ്പാൻ. അപ്പൊ ബി ആണ് ശരിയായ ഉത്തരം. 129. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സെന്റൻസ് എമംഗ് ദി ഫോളോയിങ്. താഴെയുള്ളതിൽ നിന്ന് ശരിയല്ലാത്ത സെന്റൻസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇൻകറക്റ്റ് സെന്റൻസ്. എ, ഇഫ് യു സെൻഡ് എ റിട്ടേൺ റിക്വസ്റ്റ് യു വിൽ ഗെറ്റ് എ റിപ്ലൈ. നീ ഒരു എഴുതിയ അപേക്ഷ അയച്ചാൽ നിനക്ക് മറുപടി കിട്ടും. ബി, ഇഫ് റിതു ഗെറ്റ്സ് അപ്പ് ഏർലി ഷീ ഈസ് ഗോയിങ് ഫോർ എയറോബിക്സ്. റിതു നേരത്തെ എഴുന്നേറ്റാൽ ഷീ ഈസ് ഗോയിങ് ഫോർ എയറോബിക്സ്, അവൾ എയറോബിക്സിന് പോയിക്കൊണ്ടിരിക്കുന്നു. സി, ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് വാട്ടർ, വെള്ളം കുറവുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ദി മോട്ടർ, മോട്ടോർ ഓൺ ആക്കുക. ഡി, ഇഫ് ദ വെദർ ഈസ് ഫൈൻ ടുമോറോ, നാളെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഐ വിൽ ഗോ വാക്കിംഗ്, ഞാൻ നടന്നു പോകും. അപ്പൊ ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന, ശരിയല്ലാത്ത സെന്റൻസ് ബി ആണ്. ഇഫ് റിതു ഗെറ്റ്സ് അപ്പ് ഏർലി ഷീ ഈസ് ഗോയിങ് ഫോർ എയറോബിക്സ് എന്ന് ശരിയല്ല, അതിൽ തെറ്റുണ്ട്. ഷീ ഈസ് ഗോയിങ് ഫോർ എയറോബിക്സ് എന്നല്ല പറയേണ്ടത്. അപ്പൊ ബി എന്ന ഓപ്ഷൻ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 130. ദ സ്റ്റേറ്റ്മെന്റ് ഡൽഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ മീൻസ്. ഡൽഹി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ്? എ, ഡൽഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം. ബി, there are cities bigger than ഡൽഹി. ഡൽഹിയേക്കാളും വലിയ നഗരങ്ങൾ ഉണ്ട്. സി, a few other cities in India are as big as ഡൽഹി. ഇന്ത്യയിലെ കുറച്ച് നഗരങ്ങൾ ഡൽഹിയെ പോലെ വലിയതാണ്. ഡി, no other city is bigger than ഡൽഹി. ഡൽഹിയെ പോലെ വലിയ മറ്റൊരു നഗരമില്ല. ഇവിടെ ഉത്തരം സി ആണ്. എ ഫ്യൂ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ആസ് ബിഗ് ആസ് ഡൽഹി. ഇന്ത്യയിലെ കുറച്ച് നഗരങ്ങൾ ഡൽഹിയെ പോലെ തന്നെ വലുതാണ്. അപ്പൊ ഡൽഹിയും ആ കൂട്ടത്തിൽ ഒന്നാണ്. അപ്പൊ ഡൽഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. അപ്പോൾ നഗരങ്ങൾ, വലിയ നഗരങ്ങളുണ്ട്, ആ നഗരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഡൽഹി. അപ്പൊ ഡൽഹിയെ പോലെ തന്നെ വലുപ്പമുള്ള വേറെയും നഗരങ്ങൾ ഉണ്ട് എന്നാണ് ആ സെന്റൻസ് അർത്ഥമാക്കുന്നത്. അപ്പൊ സി എന്ന ഓപ്ഷനാണ് ശരി. 131. ലാംഗ്വേജ് അക്വിസിഷൻ ഒക്കേഴ്സ് ഓൺലി വെൻ. ഭാഷ സ്വായത്തമാക്കൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത് അഥവാ ഭാഷ സ്വായത്തമാക്കുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. എ, ദ ലേണർ ഈസ് ടോട്ട് ദ റൂൾസ് ഓഫ് ഗ്രാമർ. വിദ്യാർത്ഥിക്ക് ഗ്രാമർ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കുട്ടി ഗ്രാമർ നിയമങ്ങൾ പഠിക്കുമ്പോഴാണ് ലാംഗ്വേജ് അക്വിസിഷൻ അഥവാ ഭാഷ സ്വായത്തമാക്കൽ നടക്കുന്നത്. ബി,
ദ ലേണർ ഈസ് റിവാർഡഡ്. കുട്ടിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ്. സി, ദ ലേണർ അൺകോൺഷ്യസ്ലി അബ്സോർബ്സ് ദ ലാംഗ്വേജ്. കുട്ടി മനഃപൂർവമല്ലാതെ അബോധമായിട്ട് ഭാഷയെ അബ്സോർബ് ചെയ്യുമ്പോഴാണ്. ഡി, ദ ലേണർ ഈസ് എൻഗേജ്ഡ് ഇൻ പ്ലേ. വിദ്യാർത്ഥി കളികളിൽ ഏർപ്പെടുമ്പോഴാണ്. ഉത്തരം സി ആണ്. ദ ലേണർ അൺകോൺഷ്യസ്ലി അബ്സോർബ്സ് ദി ലാംഗ്വേജ്. സി ആണ് ഉത്തരം. 132. 133. The phonetic aspect in any language study deals with. ഏതൊരു ഭാഷാ പഠനത്തിലെയും ഫോണറ്റിക് ആസ്പെക്ട് ഏതിനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എ, പങ്ക്ച്വേഷൻ, ബി, റൈറ്റിംഗ്, സി, വേർഡ് മീനിങ്, ഡി, പ്രൊണൗൺസിയേഷൻ. ഡി ആണ് ഉത്തരം. ഉച്ചാരണം അഥവാ പ്രൊണൗൺസിയേഷനെയാണ് ഫോണറ്റിക് ആസ്പെക്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഡി ആണ് ഉത്തരം, പ്രൊണൗൺസിയേഷൻ. 134. ക്രിട്ടിക്കൽ പെഡഗോഗി അഡ്രസ്സസ്. ക്രിട്ടിക്കൽ പെഡഗോഗി അഡ്രസ് ചെയ്യുന്നത് എന്തിനെയാണ്? എ, റോട്ട് ലേണിംഗ് ബൈ ദി ലേണേഴ്സ്. വിദ്യാർത്ഥികൾ മനഃപ്പാഠമാക്കുന്നതിനെയാണ്. ബി, എക്സ്പേർട്ട് ടാക്ക് ബൈ ദ ടീച്ചർ. ടീച്ചറുടെ എക്സ്പേർട്ട് ടാക്കിനെ. സി, ഡെവലപ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ വികാസത്തെ. ഡി, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇൻ ക്ലാസ് റൂംസ്. ക്ലാസ് റൂമുകളിലെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഇവിടെ ഉത്തരം സി ആണ്. ഡെവലപ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. സി ആണ് ഉത്തരം. 135. The children dashed to music when the doorbell rang. ഡോർബെല്ല് മുഴങ്ങിയപ്പോ കുട്ടികൾ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പൊ ഏത് ഓപ്ഷനിലാണ് അതുള്ളത്? എ, ലിസണിങ്, ബി, ലിസൺ, സി, വേർ ലിസണിങ്, ഡി, വാസ് ലിസണിങ്. അപ്പോ വേർ ലിസണിങ് എന്നാണോ വാസ് ലിസണിങ് എന്നാണോ എന്ന് മാത്രമാണ് ഡൗട്ട് ഉള്ളത്. ഡൗട്ട് ഉണ്ടാവേണ്ടതില്ല. ചിൽഡ്രൻ ആണ്. ചൈൽഡ് എന്നാണെങ്കിൽ വാസ് ലിസണിങ് എന്നാണ്. ഇവിടെ ചിൽഡ്രൻ എന്ന പ്ലൂരൽ ആയതുകൊണ്ട് വേർ ലിസണിങ് എന്നാണ് വേണ്ടത്. അപ്പൊ സി എന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. വേർ ലിസണിങ്. ദ ചിൽഡ്രൻ വേർ ലിസണിങ് ടു മ്യൂസിക് വെൻ ദ ഡോർ ബെൽ റാങ്. 136. A teacher starts to narrate a short story in English. ഒരു ടീച്ചർ ഒരു ചെറുകഥ ഇംഗ്ലീഷിൽ പറയാൻ ആരംഭിച്ചു. And resorts to mother tongue as she approaches the most exciting part of the story. ആ കഥയിലെ ഏറ്റവും ആവേശമുണർത്തുന്ന ഭാഗമെത്തിയപ്പോൾ അവര് ഇംഗ്ലീഷിന് പകരം മാതൃഭാഷയിൽ പറഞ്ഞു. The strategy adopted by the teacher is. ആ ടീച്ചർ ഉപയോഗിച്ച ആ സ്ട്രാറ്റജി ഏതാണ്? തുടക്കത്തിൽ അവർ പറഞ്ഞു തുടങ്ങിയത് ഇംഗ്ലീഷിലാണ് കഥ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ആ കഥയിലെ ഏറ്റവും ആവേശമുണർത്തുന്ന ഭാഗം എത്തിയപ്പോ അവർ ഇംഗ്ലീഷിന് പകരം മലയാളത്തിൽ പറയാൻ തുടങ്ങി. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയുടെ പേരെന്താണ്? എ, ട്രാൻസ്ലേഷൻ, ബി, കോഡ് സ്വിച്ചിങ്, സി, കോഡ് മിക്സിംഗ്, ഡി, ട്രാൻസ്ലിറ്ററേഷൻ. ഉത്തരം ബി ആണ്, കോഡ് സ്വിച്ചിങ്. കോഡ് സ്വിച്ചിങ് എന്നതാണ് ശരി. ബി എന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. 137. പി വി സിന്ധു വാസ് കോൺഫിഡന്റ് ഡാഷ് വിന്നിംഗ് ദ ബാഡ്മിന്റൺ ടൂർണമെന്റ്. ബാഡ്മിന്റൺ ടൂർണമെന്റ് വിജയിക്കുമെന്നതിൽ പി വി സിന്ധുവിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ ഏതാണ് ഡാഷ് എന്നിടത്ത് ചേർക്കേണ്ടത് എന്നാണ് ചോദ്യം. എ, ഫോർ, ബി, ടു, സി, ഓഫ്, ഡി, ഇൻ. ഉത്തരം സി ആണ്, ഓഫ്. പി വി സിന്ധു വാസ് കോൺഫിഡന്റ് ഓഫ് വിന്നിംഗ് ദ ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഓഫ് എന്നതാണ് ശരി.
സി ആണ് ശരിയായ ഓപ്ഷൻ. 138. വാരാണസി സ്റ്റാൻഡ്സ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഡാഷ് ഗംഗ. ഡാഷ് എന്നിടത്ത് എന്ത് ചേർക്കണം? വാരാണസി സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്താണ് എന്നാണ് പറയേണ്ടത്. അപ്പോ ഗംഗ എന്ന പദത്തിന് മുന്നിൽ എന്താണ് പ്രയോഗിക്കേണ്ടതെന്നാണ് ചോദ്യം. എ ഗംഗ, അല്ലെങ്കിൽ ദി ഗംഗ, അല്ലെങ്കിൽ ആൻ ഗംഗ. ഡി എന്ന ഓപ്ഷനിൽ പറയുന്നത് നോ ആർട്ടിക്കിൾ എന്നാണ്. ഒരു ആർട്ടിക്കിളും ചേർക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോ ഉത്തരം ബി ആണ്, ദി ഗംഗ. വാരാണസി സ്റ്റാൻഡ്സ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഗംഗ. ദി ഗംഗ എന്നാണ് പറയേണ്ടത്. ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 139. The minister ordered the officials to collect dash from all possible sources. പറ്റുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഒഫീഷ്യൽസിനോട് മന്ത്രി കൽപ്പിച്ചു. ഡാഷ് എന്നിടത്ത് എന്ത് ചേർക്കണം? എ ഡാറ്റാസ്, ബി ഇൻഫർമേഷൻസ്, സി പീസസ് ഓഫ് ഇൻഫർമേഷൻസ്, ഡി ഡാറ്റ. ഉത്തരം ഡി ആണ്, ഡാറ്റ. 140. I am looking forward to dash you. A meeting, B meet, C have met, D have been met. ഇവിടെ ഉത്തരം എ ആണ്, മീറ്റിംഗ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. എ ആണ് ഉത്തരം. 141. വി ഹാവ് എ ഫ്രണ്ട് ഡാഷ് പ്ലേസ് ദ പിയാനോ. പിയാനോ പ്ലേ ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എവിടെയാണ്, ഏതാണ് ഡാഷ് എന്നിടത്ത് ചേർക്കേണ്ടത്? എ ഹു, ബി വിച്ച്, സി ദാറ്റ്, ഡി വാട്ട്. ഉത്തരം എ ആണ്, ഹു. വി ഹാവ് എ ഫ്രണ്ട് ഹു പ്ലേസ് ദ പിയാനോ. എ ആണ് ഉത്തരം. 142. Among the given options, which expresses a request? താഴെയുള്ള ഓപ്ഷനുകളിൽ ഒരു റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഒരു അപേക്ഷയെ സൂചിപ്പിക്കുന്നത് ഏതാണ്? എ സിറ്റ് ഡൗൺ, ഇരിക്ക്, അതൊരു കൽപ്പനയാണ്. ബി ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ, എന്തൊരു മനോഹരമായ ചിത്രമാണ്, അതൊരു എക്സ്ക്ലമേഷൻ ആണ്, ഒരു അത്ഭുതം കൂറലാണ്. സി വേർ ആർ യു ഗോയിങ്, നീ എവിടെയാണ് പോകുന്നത്, നീ എവിടെ പോവുകയാണ്, അപ്പൊ അതൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. ഡി വിൽ യു ഹെൽപ് മീ സോൾവ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം പരിഹരിക്കാൻ നീ എന്നെ സഹായിക്കുമോ, അതൊരു അപേക്ഷയാണ്. അപ്പോൾ ഡി ആണ് ചോദ്യത്തിന്റെ ഉത്തരം. 143. The patient was breathing dash difficulty. രോഗി പ്രയാസത്തോടെ ശ്വസിക്കുകയായിരുന്നു. അപ്പോ പ്രയാസത്തോടെ എന്ന് പറയാൻ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഏത് വാക്ക് ഉപയോഗിക്കണം? എ ഓഫ്, ബി വിത്ത്, സി എഗെയിൻസ്റ്റ്, ഡി ഓൺ. ഉത്തരം ബി ആണ്. The patient was breathing with difficulty. അപ്പൊ വിത്ത് ഡിഫിക്കൽറ്റി എന്നാണ് പറയേണ്ടത്. അപ്പോ ബി ആണ് ശരിയായ ഉത്തരം, വിത്ത്. 144. The noun form of the word develop is. ഡെവലപ്പ് എന്ന വാക്കിന്റെ നൗൺ ഫോം എങ്ങനെയാണ്? എ ഡെവലപ്പിംഗ്, ബി ഡെവലപ്ഡ്, സി ഡെവലപ്പ്, ഡി ഡെവലപ്മെന്റ്. ഉത്തരം ഡി ആണ്, ഡെവലപ്മെന്റ്. ഡെവലപ്പ് എന്നതിന്റെ നൗൺ ഫോം ആണ് ഡെവലപ്മെന്റ്. ഡി ആണ് ഉത്തരം. 145. പിക്ക് ഔട്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് റോങ്ലി സ്പെൽഡ് അഥവാ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതിയിട്ടുള്ള വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എ റെഫറിംഗ്, ബി ബിഗിനിങ്, സി സ്റ്റോപ്പിംഗ്, ഡി ആക്സെപ്റ്റിംഗ്. ഉത്തരം ബി ആണ്. ബിഗിനിങ് എന്ന് എഴുതേണ്ടത് അങ്ങനെയല്ല. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തുടക്കം, ആരംഭം എന്നൊക്കെയാണല്ലോ. അപ്പോൾ ബിഗിനിങ് എന്നതിന്റെ
രണ്ട് എൻ ഉണ്ടായിരിക്കും. BEGI എന്ന് കഴിഞ്ഞതിന് ശേഷം എൻ എന്ന് ഇവിടെ ഒരു എൻ മാത്രമേ ഉള്ളൂ, രണ്ട് എൻ ഉണ്ടായിരിക്കും. ബിഗിന്നിങ് എന്നാണ് എഴുതുക, രണ്ട് എൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു എൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ബി ആണ് റോങ്ലി സ്പെൽഡ് വേർഡ്. ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 146. The thief escaped through the kitchen door. അടുക്കള വാതിൽ വഴി കള്ളൻ രക്ഷപ്പെട്ടു. Substitute the underlined word with the most appropriate phrasal verb. ഏറ്റവും യോജിച്ച ഫ്രേസൽ വെർബ് ചേർത്തിട്ട് ഈ അണ്ടർലൈൻ ചെയ്ത വാക്ക് മാറ്റി എഴുതുക. എസ്കേപ്ഡ് എന്നതിന്റെ അടിയിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ അതിന് പകരം താഴെയുള്ള ഫ്രേസൽ വെർബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ എസ്കേപ്ഡ് എന്ന മീനിങ്ങിൽ ഉള്ളത് ഏതാണ്? എ ഗോട്ട് അപ്പ്, ബി ഗോട്ട് അറ്റ്, സി ഗോട്ട് എവേ, ഡി ഗോട്ട് ബാക്ക്. ഉത്തരം സി ആണ്, ഗോട്ട് എവേ. ദ തീഫ് എസ്കേപ്ഡ് എന്നതിന് പകരം ദ തീഫ് ഗോട്ട് എവേ എന്നും പറയാവുന്നതാണ്. അപ്പൊ സി എന്ന ഓപ്ഷനാണ് ശരി, ഗോട്ട് എവേ. 147. റൈറ്റിംഗ് സ്കിൽസ് ഇൻ ലേണേഴ്സ് ക്യാൻ ബി ബെസ്റ്റ് ഇംപ്രൂവ്ഡ് ബൈ. വിദ്യാർത്ഥികളുടെ റൈറ്റിംഗ് സ്കില്ല് വികസിപ്പിക്കുവാൻ, നന്നാക്കുവാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? എ പ്രൊവൈഡിംഗ് കൺസ്ട്രക്റ്റീവ് റൈറ്റിംഗ് ടാസ്ക്. അവർക്ക് എഴുതാനൊക്കെ കൺസ്ട്രക്റ്റിംഗ് റൈറ്റിംഗ് ടാസ്കുകൾ അവർക്ക് കൊടുക്കുക. ബി ലേണിംഗ് എ ന്യൂ വേർഡ് ഡെയിലി. ദിവസവും ഓരോ പുതിയ വേർഡ് പഠിക്കുക. സി ഷോയിങ് ഇംഗ്ലീഷ് മൂവീസ്. ഇംഗ്ലീഷ് സിനിമകൾ കാണിക്കുക. ഡി ലിസണിംഗ് ടു വാട്ട് ഓൾ ലേണേഴ്സ് ഹാവ് ടു സേ. മറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും പറയാനുള്ളതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ ഉത്തരം എ ആണ്, പ്രൊവൈഡിംഗ് കൺസ്ട്രക്റ്റീവ് റൈറ്റിംഗ് ടാസ്ക്. എ ആണ് ഉത്തരം. 148. ദ ഗേൾ കുഡിന്റ് കംപ്ലീറ്റ് ദ സോങ്. ആ പെൺകുട്ടിക്ക് പാട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഡാഷ് ഷീ ഹാഡ് ഫോർഗോട്ടൻ ദ ലിറിക്സ്. കാരണം അവൾ ലിറിക്സ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്നാണ് പറയേണ്ടത്. അവൾക്ക് പാട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, കാരണം അവൾ പാട്ടിന്റെ വരികൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്? എ ഈവൻ ദോ, എന്നാലും എന്നവിടെ പറയാൻ പറ്റുമോ? ഇല്ല. ബി ദെർഫോർ, സി ബിക്കോസ്, ഡി സോ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ബിക്കോസ് ആണ്. കാരണം അവൾക്ക് പാട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം, അതിന്റെ കാരണമാണ് പിന്നീട് പറയുന്നത്, അതുകൊണ്ട് കാരണം എന്ന് പറയണം. അപ്പോൾ ബിക്കോസ് ആണ് ഉപയോഗിക്കേണ്ടത്. സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 149. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റഡ് എയ്ഡ്. താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റഡ് എയ്ഡ് അല്ലാത്തത് ഏതാണ്? പ്രൊജക്റ്റഡ് എയ്ഡ് അല്ലാത്തത്, നോട്ട് എ പ്രൊജക്റ്റഡ് എയ്ഡ്. എ ടെലിവിഷൻ, ബി എപ്പിഡയസ്കോപ്പ്, സി ഫിലിം സ്ട്രിപ്സ്, ഡി ബുള്ളറ്റിൻ ബോർഡ്. ഉത്തരം ഡി ആണ്, ബുള്ളറ്റിൻ ബോർഡ്. ഡി ആണ് ശരിയായത്, ബുള്ളറ്റിൻ ബോർഡ്. 150. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി ആക്സെപ്റ്റബിൾ. താഴെ പറഞ്ഞ സെന്റൻസുകളിൽ ഗ്രാമർ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ് എന്നാണ് ചോദ്യം. എ ദ ഓഫീസർ ആസ്ക്ഡ് മീ ഹൗ ഷീ ക്യാൻ ഹെൽപ്പ് മീ. ബി ദ ഓഫീസർ ആസ്ക്ഡ് മീ ഹൗ ഷീ കുഡ് ഹെൽപ്പ് മീ. സി ദ ഓഫീസർ ആസ്ക്ഡ് മീ ഹൗ കുഡ് ഷീ ഹെൽപ്പ് മീ. ഡി ദ ഓഫീസർ ആസ്ക്ഡ് മീ ഹൗ ക്യാൻ ഷീ ഹെൽപ്പ് മീ. ഇവിടെ എയും ഡിയും തെറ്റാണ് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ദ ഓഫീസർ ആസ്ക്ഡ് ചോദിച്ചു, പാസ്റ്റിലുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഷീ ക്യാൻ എന്ന് പറഞ്ഞത് ശരിയായിട്ടില്ല. ഷീ ക്യാൻ എന്നല്ല പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് എയും ഡിയും തെറ്റാണ്. ബിയും സിയും നമ്മൾ നോക്കുമ്പോൾ ദ ഓഫീസർ ആസ്ക്ഡ് മീ ഹൗ ഷീ കുഡ് ഹെൽപ്പ് മീ, അവിടെ ക്യാൻ എന്നതിന് പകരം കുഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ബിയിൽ അങ്ങനെ. ഡിയിൽ ചെറിയ മാറ്റമുണ്ട്. ഷീ കുഡ് എന്നത് കുഡ് ഷീ എന്നാക്കിയിരിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
ഇതിൽ ശരിയായിട്ടുള്ളത് ബി ആണ്. രണ്ട് കാര്യമാണ് ഇത് വരേണ്ടത്. രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദ ഓഫീസർ ആസ്ക്ഡ് എന്നായതുകൊണ്ട് ക്യാൻ എന്നല്ല കുഡ് എന്നാണ് വരേണ്ടത്. അതൊന്ന്. രണ്ടാമത്തത്, ഇത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിലാണ് വരേണ്ടത്. അത് ഒരു പ്രസ്താവനയാണ്, ആ രൂപത്തിൽ വരണം. അല്ലാതെ ചോദ്യഘടന അല്ല വേണ്ടത്, ചോദ്യത്തിന്റെ രൂപത്തിലല്ല വരേണ്ടത്. അതുകൊണ്ടാണ് കുഡ് ഷീ എന്നത് തെറ്റായത്. ഷീ കുഡ് എന്നാണ് വരേണ്ടത്. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്.